ഹേ സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ തരുൺ മൂർത്തിയുടെ L366 ഒരു പേര് വന്നിരിക്കുകയാണ്, അതിമനോഹരം. സിനിമയുടെ ടൈറ്റിൽ ഭയങ്കര ഫ്രഷ്നെസ് നൽകുന്നതാണ്, ഒരു പുതുമ നൽകുന്നുണ്ട്. പിന്നെ ലവ് ലെജൻഡ് എന്ന ക്യാരക്ടറും ഒരു പുതുമയുണ്ട്. ലാലേട്ടൻ ഒരു പമ്പയിലെ പോലീസുകാരനായിട്ടാണ് എത്തുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ അയ്യപ്പ ഭക്തനായിട്ടാണ് നമ്മുടെ ലാലേട്ടൻ വരുന്നത്. ഒരു മൊത്തത്തിലൊരു പോസിറ്റീവ്, ഒരു പാവം പോലീസുകാരനായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ തുടരും പോലെ എന്തായിരിക്കും സ്റ്റോറി എന്നൊക്കെ നമുക്ക് ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ടൈറ്റിലിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം. നമ്മുടെ പെഡ്ഡി സിനിമ ഈ മാസം 30 റിലീസ് ചെയ്തിരുന്നാണല്ലോ. അപ്പോൾ സിനിമ മാറ്റിയിട്ടുണ്ട്, ജൂൺ മാസമായിട്ട് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ടോസിക് എന്ന സിനിമയുടെ റിലീസ് ചെയ്ത് മാറ്റാൻ ചാൻസ് ഉണ്ട്, പെഡ്ഡി വരണമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരു പുതിയ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പള്ളിച്ചട്ടമ്പിയുടെ റിവ്യൂ ഞാൻ എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. ഈ കാണുന്ന പൃഥ്വിരാജിൻ്റെ പോസ്റ്റർ വന്നുകൊണ്ട് പൃഥ്വിരാജ് ഒരു ക്യാമിയോ റോളാണ് ചെയ്യുന്നത്. അവർ ഒഫീഷ്യലായിട്ട് വിട്ടൊരു പോസ്റ്ററാണ്. പട്ടേലർ, കുഞ്ഞാമ്പു, നമ്പ്യാർ ഒരു കിടിലൻ ക്യാമിയോ തന്നെയായിരുന്നു. സിനിമയിലെ ഏക ഒരു പോസിറ്റീവ് ഇത് തന്നെയായിരുന്നു. കഥാപാത്രത്തിന് 2 പോസ്റ്റേഴ്സ്, 2 ലുക്ക് ഉണ്ട്. അതിൽ സെക്കൻഡ് ലുക്ക് ബോറായിരുന്നു. സിനിമയിൽ എൻ്റെ റിവ്യൂ ചാനൽ ഇട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ഇനി അടുത്തത് നമ്മുടെ പണി 2 ഒരു വരവ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ കാവ്യ ഫിലിംസ് 2018, പിന്നെ രേഖാചിത്രം, ആട് 3 എന്നീ സിനിമയ്ക്ക് ശേഷം ഒരു സിനിമ ചെയ്യുന്നുണ്ട് ജോസ് ജോർജിനൊപ്പം. അത് പണി 2 ആണെന്ന് കേൾക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അത് ബിഗ്ഗർ സ്കെയിലിൽ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ കാട്ടാളൻ എന്ന സിനിമയുടെ ട്രെയിലർ ഇന്നലെ റിലീസ് ചെയ്യുന്നുണ്ട്. അത് 3 BGM വെച്ചാണ് നമ്മുടെ രവി ബസൂർ റിലീസ് ചെയ്തിരിക്കുന്നത്. അതൊരു കിടിലൻ സംഭവം തന്നെയാണ്, കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള BGM നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ OTT സിനിമ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.